ഈ മാസം 4-ാം തീയതി നടന്ന +2 എക്കണോമിക്സിൻ്റെ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, പബ്ലിക് എക്സാമിന് 100% മാർക്ക് സ്കോർ ചെയ്യുന്നതിന് നമുക്ക് മോഡൽ പരീക്ഷയുടെ ഉത്തരങ്ങളിൽ നിന്ന് വരുത്തിയ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ അറിയാവുന്നതുപോലെ ഈ വർഷം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏതാണ്ട് 120 മാർക്കോളം ചോദിച്ചിരിക്കുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. അഥവാ 80%-ലധികം ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിലുള്ള ചോയ്സ് നമുക്ക് അതിനകത്തുണ്ടായിരുന്നു. നിരവധി ചോയ്സ് നമുക്ക് ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചോളണമെന്നില്ല. കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഈ വർഷം 160 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് നാം നേടിയെടുക്കേണ്ടത് 80 മാർക്കാണ്. ഏതാണ്ട് പകുതിയോളം നമുക്ക് ചോയ്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. ഇത് എ മുതൽ എൽ വരെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. ഹൂ ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് ഉത്തരം. എ ആണ് ഉത്തരം. അതിനകത്ത് മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് പോൾ എ സാമുവൽസനെ കുറിച്ച് ആയിട്ടും പറയാറുണ്ട്. ഇവിടെ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആഡം സ്മിത്ത് ആണ്. ബി ക്വസ്റ്റ്യൻ, പ്രോബ്ലം ഓഫ് ചോയ്സ് എറൈസസ് ഔട്ട് ഓഫ്? വിഭവങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന പ്രശ്നം ഉത്ഭവിക്കുന്നത്? അതിന് ഉത്തരം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്, വിഭവങ്ങളുടെ ദൗർലഭ്യമാണ്. സി ക്വസ്റ്റ്യൻ, വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ്? ഒരു കമ്മോഡിറ്റിയുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിന് എന്ത് പറയും? ഉത്തരം യൂട്ടിലിറ്റിയാണ്. ഡി ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിപ്രീസിയേഷൻ? അല്ലേ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും ഡിപ്രീസിയേഷൻ തമ്മിലെ വ്യത്യാസത്തെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അറിയപ്പെടുക. ഉത്തരം നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ടോട്ടൽ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് കാൾഡ്? ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിന്റെ റവന്യൂവിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ആവറേജ് റവന്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എഫ് ആണ്. സപ്ലൈ റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഡിമാൻഡ് ഡിക്ലൈൻസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്? അല്ലേ, സപ്ലൈ മാറ്റമില്ലാതെ തുടരുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്താ സംഭവിക്കുക? ഉത്തരം ഡിക്രീസ് ചെയ്യുമെന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ്? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്താണ്? RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെൻഷൻസ് ദ കൺസെപ്റ്റ് ഓഫ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? എന്താണ് APC എന്നറിയപ്പെടുന്നത്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഈ കൂട്ടത്തിൽ ഏതാണ്? C/Y ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, 2 സെക്ടർ ഇക്കോണമി ഇൻക്ലൂഡ്സ്? 2 സെക്ടർ ഇക്കോണമിയിൽ എന്തൊക്കെ വരുന്നത്? ഉത്തരം ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ് അഥവാ ഫേമും ഹൗസ് ഹോൾഡുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ആർ ഓൺലി 2 സെല്ലേഴ്സ് ഈസ് കാൾഡ്? 2 സെല്ലേഴ്സ് മാത്രമുള്ള മാർക്കറ്റ് സ്ട്രക്ചറിന് എന്താണ് അറിയപ്പെടുക? ഉത്തരം ഡുവോപ്പൊളി എന്നാണ്. അല്ലേ, ഡുവോപ്പൊളിയാണ് 2 സെല്ലേഴ്സ് മാത്രമുള്ള മാർക്കറ്റ് സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പോയിന്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ? അഥവാ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അകത്തളത്തിൽ ഒരു പോയിന്റ് ഇട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അതിന്റെ ഉത്തരം. അണ്ടർ യൂട്ടിലൈസേഷൻ, അപ്പോൾ വിഭവങ്ങളുടെ പര്യാപ്തമല്ലാത്ത ഉപയോഗം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഫ്രം ദ ഫോളോയിങ്? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്? അതിനകത്ത് ഉത്തരം സെയിൽ ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ഒരുപാടുണ്ട്. അതിനകത്തൊരു ഉത്തരം ഇതാണ്, സെയിൽസ് ഓഫ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വിറ്റഴിക്കുന്നതാണ്. ബാക്കിയുള്ള 3 പ്രധാനമായിട്ടും റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഇനി 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അഥവാ ഏതാണ്ട് 12 ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ? താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കണം. അതിനകത്ത് ഉൽപ്പാദന ഘടകങ്ങൾ തന്നിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതൊക്കെ ഉൽപ്പാദന ഘടകങ്ങളാണ്. ഇവയുടെ പ്രതിഫലമാണ് നമ്മൾ പറയേണ്ടത്. റെമ്യൂണറേഷൻ ആണ് പറയേണ്ടത്. ലാൻഡിന് റെന്റ് ആണ് കൊടുക്കുക, അല്ലെ, റെന്റ് അഥവാ വാടക. ലേബറിന് വേജ് അഥവാ കൂലി. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അഥവാ പലിശ. ഓർഗനൈസേഷന് പ്രോഫിറ്റ് അഥവാ ലാഭം. ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി? അല്ലെ, കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ 2 ഫീച്ചേഴ്സ് പറയണം. അഥവാ സോഷ്യലിസത്തിന്റെ 2 ഫീച്ചേഴ്സ് പറയണം. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കറിയാം. അതിലൊന്ന് കളക്റ്റീവ് ഓണർഷിപ്പ് അഥവാ ഉൽപാദന ഉപാധികളുടെ കൂട്ടുടമസ്ഥത. രണ്ടാമത്തത് എക്കണോമിക് പ്ലാനിങ്.
മൂന്നാമത്തെ വേറെയും പറയാണ്ട് വെൽഫെയർ മോട്ടീവ് അഥവാ ക്ഷേമമാണ് ലക്ഷ്യം. ഇങ്ങനെ നിരവധിയുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ റെക്കഗ്നൈസ് ദ ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നമ്മൾ ഏത് യൂട്ടിലിറ്റി എന്ന് പറയണം അല്ലേ. ദ യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. നമ്പറിൽ പറയുന്ന യൂട്ടിലിറ്റി ഏതാണ്? കാർഡിനൽ യൂട്ടിലിറ്റി ആണ് ഉത്തരം കാർഡിനൽ യൂട്ടിലിറ്റി. ബി ക്വസ്റ്റ്യൻ യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ റാങ്ക്. റാങ്കിൽ പറയുന്ന യൂട്ടിലിറ്റി ഏതാണ്? നമുക്കറിയാം അത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഉത്തരം അങ്ങനെയാണ്. എ കാർഡിനൽ യൂട്ടിലിറ്റി, ബി ഓർഡിനൽ യൂട്ടിലിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഗുഡ്സിനെ കൺസംഷൻ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും വേർതിരിക്കുക. ഇതിനകത്ത് ഫുഡ്, ക്ലോത്തിങ് ഇവ കൺസംഷൻ ഗുഡാണ്. മെഷീൻ, ഇംപ്ലിമെന്റ്സ് ഇത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ലോങ് റൺ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലോങ് റൺ ദീർഘകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടുകളും ഒരേപോലെ ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ലോങ് റൺ എന്ന് പറയുന്നത്. ഉൽപാദനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു സംഗതിയാണത്. അഥവാ എല്ലാ ഇൻപുട്ടുകളും അത് വേരിയബിൾ ഇൻപുട്ടും അതുപോലെ ഫിക്സ്ഡ് ഇൻപുട്ടും ഒരുപോലെ ചേഞ്ച് വരുന്ന കാലഘട്ടമാണ് ലോങ് റൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 റീസൺസ് ഫോർ ദ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് വരുമാനം വർദ്ധിച്ചാൽ ഡിമാൻഡ് കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസിൽ ഇതിലൊക്കെ മാറ്റം ഉണ്ടായാലും ഡിമാൻഡ് കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അഥവാ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടായാലും ഡിമാൻഡ് കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാം. പല കാരണങ്ങളുണ്ട്. അപ്പോൾ വിലയല്ലാത്ത മറ്റു ഘടകങ്ങളുടെ ചേഞ്ച് വരുമ്പോഴാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. വിലയല്ലാത്ത മറ്റ് ഘടകങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഡിമാൻഡ് കർവ് വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2-3 നമ്മൾ നേരത്തെ പറഞ്ഞത്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 പ്രധാനപ്പെട്ട മേഖലകൾ പറയുക അല്ലേ. ഒന്നാമത്തത് ഹൗസ് ഹോൾഡ്, രണ്ടാമത്തത് ഫേം അഥവാ ഉൽപാദന സ്ഥാപനങ്ങൾ, മൂന്നാമത്തത് ഗവൺമെന്റ്, നാലാമത്തത് എക്സ്റ്റേണൽ സെക്ടർ അഥവാ വിദേശ മേഖല അല്ലേ. ഇങ്ങനെ 4 സെക്ടറുകൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫൈനൽ ഗുഡ്സ്, ഗീവ് എക്സാമ്പിൾസ്. എന്താണ് ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ പറയണം. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അത് പിന്നീട് ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ TV, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, അതുപോലെ ടേബിൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഡയറക്റ്റായിട്ട് കൺസംഷന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വീണ്ടും അത് ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. നിരവധി നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. MPCയും MPSും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയണം. MPC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം അല്ലെ. വരുമാനത്തിലെ മാറ്റവും കൺസംഷനിലെ മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് MPC. നമ്മളതിനെ ΔCY ΔY എന്ന ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ΔCY ΔY. ഇനി MPS എന്ന് പറഞ്ഞാലോ സേവിങ്ങിലെ മാറ്റവും അതുപോലെ തന്നെ വരുമാനത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് MPS എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സൂചിപ്പിച്ചത് ΔS/ΔY എന്ന് പറയുന്ന ഇക്വേഷൻ കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിന്റെ ഇലാസ്തികത നിശ്ചയിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയണം അല്ലേ. നിരവധിയുണ്ട്. 2 നേച്ചർ ഓഫ് ദി ഗുഡ്, വസ്തുക്കളുടെ സ്വഭാവം. രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ ലഭ്യത. ഇതൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. ഇത് കൂടാതെയും വേറെയും ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത് നോൺ ഫോക്കസ് ഏരിയ എന്നുള്ളതാണ്. ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ. ഇതും ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളതാണ്. എന്താ പറയുക, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ കറൻസിയുടെ മൂല്യം കുറക്കുന്നതിന് ഡിവാലുവേഷൻ എന്ന് പറയും, മൂല്യം കൂട്ടുന്നതിന് റീവാലുവേഷൻ എന്ന് പറയും അല്ലേ. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ കറൻസിയുടെ മൂല്യം ബോധപൂർവം ഒഫീഷ്യലായിട്ട് കുറക്കുന്നതിന് ഡിവാലുവേഷൻ എന്ന് പറയും, ഒഫീഷ്യലായിട്ട് കൂട്ടുന്നതിന് റീവാലുവേഷൻ എന്ന് പറയും. ഇത് ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനും ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളതാണ്. ഡിഫൈൻ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ TR=TC, ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തുല്യമായി വരുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ 14 മുതൽ 23 വരെയുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 14 മുതൽ 23 വരെ 10 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. 3 മാർക്കാണ് ഓരോന്നും ലഭിക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ബേസിക് എക്കണോമിക് പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണ്? നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് അല്ലേ. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് ഉൽപ്പാദിപ്പിക്കണം. ഇത് ചെറിയ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമ്മൾ അത് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ഗിവ്
2 എക്സാമ്പിൾസ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? ഒരു ഗുഡിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളെയാണ് എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് അല്ലേ? ഗുഡ്സ് ദാറ്റ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് അതർ ഗുഡ്. അപ്പോൾ നമുക്കതിന് ഉദാഹരണമായിട്ട് പറയുമ്പോൾ പിന്നെ ഒന്ന് ടീ ആൻഡ് കോഫി, വളരെ ഫേമസ് ആയിട്ടുള്ള ഉദാഹരണമാണ് ടീ ആൻഡ് കോഫി, ചായയും കോഫിയും. മറ്റൊന്ന് ബസ് ആൻഡ് കാർ, കാറും ബസ്സും. ഇതൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണ്. അപ്പോൾ പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഇനി 3 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിന്റെ 3 ഫീച്ചേഴ്സ് പറയണം അല്ലേ? അതിന് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു ഫീച്ചറാണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. വാങ്ങുന്നവരും വിൽക്കുന്നവരും വളരെയധികം കൂടുതലായിരിക്കും. ഹോമോജീനിയസ് പ്രൊഡക്ട്സ്, ഒരേപോലെയുള്ള വസ്തുക്കളാണ് വിൽക്കുക. വേറൊരു ഫീച്ചർ ഏതാണ്? പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് പരിപൂർണമായ നോളജ് ഉണ്ടായിരിക്കും. ഇനിയും പറയാം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അല്ലേ? പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് 3 എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സ് ആൻഡ് ആൻഡ് എക്സ്പോസ്റ്റ് കൺസെപ്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്നീ 2 കൺസെപ്റ്റുകളെ കുറിച്ച് പറയണം. അതിന് സ്യൂട്ടബിൾ ആയിട്ട് എക്സാമ്പിൾ കൊടുക്കുകയും വേണം. എന്താണ് എക്സാൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണോ ആസൂത്രണം ചെയ്തത്, എന്താണോ പ്ലാൻ ചെയ്തത്, അതാണ് എക്സാൻഡ്. എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞാലോ എന്താണ് യഥാർത്ഥത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്, ആക്ച്വലി റിയലൈസ്ഡ്, എന്താണോ യഥാർത്ഥത്തിൽ നേടിയെടുത്തത്, അതാണ് എക്സ്പോസ്റ്റ്. ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്തെ കൺസംഷൻ നമ്മൾ പ്രതീക്ഷിച്ചത് 80% അതാണ് എക്സാൻഡ്. എന്താണ് പ്രതീക്ഷിച്ചത്, അത് എക്സാൻഡ്. പക്ഷേ യഥാർത്ഥത്തിൽ 100% കൺസംഷൻ നടക്കുന്നുണ്ട്, അതാണ് എക്സ്പോസ്റ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചത് അത് എക്സ്പോസ്റ്റ്, എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അത് എക്സാൻഡ്. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച കൺസംഷൻ 80% അത് എക്സാൻഡ്. പക്ഷേ യഥാർത്ഥത്തിൽ 100% കൺസ്യൂം ചെയ്തു, അത് എക്സ്പോസ്റ്റ്. അങ്ങനെയാണ്. മറ്റു പല വാലിഡ് ആയിട്ടുള്ള പല ഉദാഹരണങ്ങൾ നമുക്ക് ടെക്സ്റ്റിൽ നിന്നും മറ്റും ലഭിക്കുന്നതാണ്. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കംപ്ലീറ്റ് ദ ചാർട്ട് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട് ഒന്ന് പൂർത്തിയാക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ആണ് ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റിന്റെ വിവിധ ടൈപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. എ, റവന്യൂ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. റവന്യൂ ചെലവിനേക്കാൾ കൂടുതലായിട്ടുള്ള ബജറ്റ് ഏതാണ്? അവിടെ സർപ്ലസ് ബജറ്റ് അഥവാ മിച്ച ബജറ്റാണ്. റവന്യൂ ഇസ് ലെസ് ദാൻ എക്സ്പെൻഡിച്ചർ. റവന്യൂ ചെലവിനേക്കാൾ കുറവാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഡെഫിസിറ്റ് ബജറ്റ് അഥവാ കമ്മി ബജറ്റാണ്. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ്. ഇനി സി ആണ്, റവന്യൂ ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ചെലവും വരുമാനവും തുല്യമാണെങ്കിൽ അത് ബാലൻസ്ഡ് ബജറ്റാണ്. അവിടെ കൊടുക്കേണ്ടത് ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലേ? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഇൻപുട്ടിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുക. ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് സിമെന്റ് പറയാം. സിമെന്റ് ഒരു ഫൈനൽ ഗുഡ് അല്ല, അതൊരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അതുപോലെ ക്ലോത്ത് അല്ലെ, തുണിത്തരങ്ങൾ, കോട്ടൺ ഒക്കെ എന്താണ്? ശരിക്ക് അതൊരു ഫൈനൽ ഗുഡ് അല്ല, ഇന്റർമീഡിയറ്റ് ഗുഡാണ്. കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാക്കുന്നു അല്ലേ? അപ്പോൾ കോട്ടൺ അല്ലെങ്കിൽ ക്ലോത്ത് ഒക്കെ സാധാരണഗതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അതുപോലെ സിമെന്റ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ഇങ്ങനെ പലതും വരാം അല്ലേ? ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഓഫ് എ ഫേം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ പ്രോഫിറ്റ് പരമാവധിയാക്കുന്ന, മാക്സിമൈസ് ചെയ്യുന്ന അവസ്ഥകളെ കുറിച്ച് പറയണം, കണ്ടീഷൻസിനെ കുറിച്ച് പറയണം. അപ്പോൾ ഇത് ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളതാണ് അല്ലേ? 3 കണ്ടീഷനാണ് പ്രധാനമായിട്ടും അതിനകത്ത് പറയാനുള്ളത്. ഇത് 4ാമത്തെ ചാപ്റ്റർ ചോദിച്ചിട്ടുള്ളതാണ് മൈക്രോ എക്കണോമിക്സിലെ. അപ്പോൾ ആ 3 കണ്ടീഷൻസ് ഏതാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് എം സി ഇസ് ഈക്വൽ ടു എം ആർ. എം സിയും എം ആറും തുല്യമായിരിക്കണം. രണ്ടാമത്തത് എം സി ഷുഡ് കട്ട് എം ആർ ഫ്രം ബിലോ. എം സി എം ആർ കർവിനെ താഴെ നിന്നും കട്ട് ചെയ്യണം അല്ലേ? ആദ്യത്തത് എം സി ഈക്വൽ ടു എം ആർ, എം സി എം ആർ തുല്യമാകണം. രണ്ടാമത്തത് എം സി ഷുഡ് കട്ട് എം ആർ ഫ്രം ബിലോ. എം സി കർവ് എം ആർ കർവിനെ താഴെ നിന്നും കട്ട് ചെയ്യണം. അടുത്തത് പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ സി. പ്രൈസ് എ സിയേക്കാൾ, ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റിന് തുല്യമായിരിക്കണം. അതെങ്ങനെയാണ് പറയുക? പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ സി. അപ്പോൾ ഇത് ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളതാണ്. 3 പോയിന്റാണ് അതിനകത്ത് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തത്. ലിസ്റ്റ് 3 ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഒളിഗോപ്പൊളി ഫേം മേ ബിഹാവ് അല്ലേ? ഒളിഗോപ്പൊളി ഫേമിൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട വഴികൾ പറയണം. 3 പ്രധാനപ്പെട്ട വഴികൾ അല്ലേ? ഇതും ഫോക്കസ് ഏരിയക്ക് പുറത്താണ്. നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന മൈക്രോ എക്കണോമിക്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്.
ഒളിഗോപ്പൊളി എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായിട്ട് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫേംസ് അല്ലേ, അതാണ് ഒന്ന്. ഫേമുകളുടെ ഇൻ്റർ ഡിപ്പെൻഡൻസ് അഥവാ പരസ്പര ആശ്രയത്വമാണ് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന് പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രൈസ് ലീഡർഷിപ്പ് പറഞ്ഞാൽ വില നേതൃത്വം എന്ന് പറയും അല്ലേ. ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഫേം എന്ത് ചെയ്യുന്നു, അവിടുത്തെ വില നിശ്ചയിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രൈസ് ലീഡർഷിപ്പ്. മറ്റൊന്ന് കാർട്ടൽ അല്ലേ, കാർട്ടൽ ഉണ്ട്, അതുപോലെ പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ട്, ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫേം ഉണ്ട്. ഈ ചോദ്യം ഫോക്കസ് ഏരിയക്ക് പുറത്താണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 3 ഇമ്പാക്ട്സ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. 1929-30 കാലഘട്ടത്തിലുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ പ്രധാനപ്പെട്ട പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആഘാതം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാമത് പറയാനുള്ളത് പലതും ഉണ്ട്. ഒന്നാമതായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി അല്ലേ, തൊഴിലില്ലായ്മ കൂടി, ഏതാണ്ട് 25% തൊഴിലില്ലായ്മ കൂടി, ഡിമാൻഡ് കുറഞ്ഞു, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായി, അമിതമായിട്ടുള്ള ഉൽപ്പാദനം ഉണ്ടായി, ബാങ്കിങ് മേഖല തകർന്നു പോയി, കൺസംഷൻ കുറഞ്ഞു അല്ലേ, ഉപഭോഗം കുറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. ഇങ്ങനെ 3 നമുക്ക് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറയണം. എന്താ ലിക്വിഡിറ്റി ട്രാപ്പ്? ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് മിനിമം ലെവലിലെത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, പണത്തിനുള്ള സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇൻഫിനിറ്റായി മാറുന്നു അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയി മാറുന്നു. ഈ സിറ്റുവേഷനെ നമുക്ക് എന്ത് പറയാം? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 24 മുതൽ 31 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്ട് 8 ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് തന്നിരിക്കുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. അതിൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. എന്താണ് എ ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ഡസ് എ ആൻഡ് ഡി ഇൻഡിക്കേറ്റ്സ്? ഈ ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കുന്ന എയും ഡിയും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ എ സൂചിപ്പിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. കാരണം ബി തന്നിരിക്കുന്നത് നോക്കൂ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നത്. പകരമായിട്ട് എന്താ കൊടുക്കുക? എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി ഡി എന്ന് പറയുന്നത് ഫാക്ടർ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ അല്ലേ, അതാണ് ഡി വരിക, ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. കാരണം സി പറയുന്നത് ഫാക്ടർ ഇൻകം ആണ്. ഫാക്ടർ ഇൻകം ആർക്ക് കൊടുക്കുന്നതാണ്? ഉൽപാദന ഘടകങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഡി ഉൽപാദന ഘടകങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ആണ്, ഐഡന്റിഫൈ ദ മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ കറസ്പോണ്ടിങ് ബി ആൻഡ് സി. ഇതിനകത്ത് ബിയും സിയുമായി ബന്ധപ്പെട്ട നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ മെത്തേഡ് ഏതാണ്? 3 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഏത് മെത്തേഡാണ്? അപ്പോൾ ഫാക്ടർ ഇൻകവുമായി ബന്ധപ്പെട്ട മെത്തേഡ് നമുക്കറിയാം, അത് ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഡിഫറൻസ് കർവ്? എന്താണ് ഇൻഡിഫറൻസ് കർവ്? വാട്ട് ആർ റൈറ്റ് 3 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവിൻ്റെ 3 ഫീച്ചേഴ്സ് പറയണം അല്ലേ. എന്താണ് നിസ്സംഗത വക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അല്ലേ? ഒരേ സംതൃപ്തി നൽകുന്ന വിവിധ കോമ്പിനേഷനുകളെ അല്ലെങ്കിൽ 2 ഗുഡ്സിൻ്റെ വിവിധ കോമ്പിനേഷനുകളെ പരസ്പരം സംയോജിപ്പിച്ച് വരക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഒരേ സംതൃപ്തി നൽകുന്ന, ഒരേ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന 2 ഗുഡ്സിൻ്റെ വിവിധ കോമ്പിനേഷനുകളെ സംയോജിപ്പിച്ച് വരക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. അതിൻ്റെ 3 ഫീച്ചേഴ്സ് പറയുമ്പോൾ ഒന്നാമത്തെ ഫീച്ചേഴ്സ് അത് കോൺവെക്സ് ടു ഒറിജിൻ അല്ലേ. ഒന്നാമത്തത് കോൺവെക്സ് ടു ഒറിജിൻ, കോൺവെക്സ് ആകൃതിയിലാണ്. രണ്ടാമത്തത് 2 ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. 2 ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗിവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തി നൽകുന്നു. ഇങ്ങനെ 3 ഫീച്ചേഴ്സ് പറയാൻ പറ്റും അല്ലേ. 4 മാർക്കാണ് നമുക്ക് ലഭിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ പറയണം അല്ലേ. അതിൽ എ ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ ഡയഗ്രാം വിച്ച് ഷോസ് പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിംഗ്. തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഏത് ഡയഗ്രമാണ് പ്രൈസ് ഫ്ലോർ കാണിക്കുന്നത്, ഏതാണ് പ്രൈസ് സീലിംഗ് കാണിക്കുന്നത്? ക്വസ്റ്റ്യൻ എയിലെ ഡയഗ്രമാണ് അല്ലെങ്കിൽ എ എന്ന ഡയഗ്രമാണ് പ്രൈസ് സീലിംഗ് കാണിക്കുന്നത്, ബി എന്ന ഡയഗ്രമാണ് പ്രൈസ് ഫ്ലോറിനെ സൂചിപ്പിക്കുന്നത് അല്ലേ. പ്രൈസ് ഫ്ലോറിനെ സൂചിപ്പിക്കുന്നത് ബി എന്ന ഡയഗ്രമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ? എന്താണ് പ്രൈസ് സീലിംഗ്, എന്താണ് പ്രൈസ് ഫ്ലോർ? പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയേക്കാൾ അഥവാ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴ്ന്ന വില നിശ്ചയിക്കുമ്പോൾ അതിനെ പ്രൈസ് സീലിംഗ് എന്ന് പറയും. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ അല്ലെങ്കിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില നിശ്ചയിക്കുമ്പോൾ, ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിക്കുമ്പോൾ അതിനെ പ്രൈസ് സീലിംഗ് എന്ന് പറയും. ഇത് കൺസ്യൂമേഴ്സിനെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതാണ്.
ഇനി പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വില ഗവൺമെൻറ് നിശ്ചയിക്കുമ്പോൾ അതിനെയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുക. മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വില നിശ്ചയിക്കുമ്പോൾ. ഇപ്പോൾ ഇത് ആരെ സഹായിക്കാനാണ്? പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കാനാണ് പ്രൈസ് ഫ്ലോർ അഥവാ സപ്പോർട്ട് പ്രൈസ് നൽകുന്നത്. മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വിലയാണ് എന്ത്? പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ പറയുക, അല്ലെങ്കിൽ 2 ഫങ്ഷൻസ് പറയുക, അല്ലേ? എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം. അതിലൊന്നിനെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് 2-3 ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട് ബജറ്റിൻ്റെ. ഒന്നെന്താണ്? അലോക്കേഷൻ ഫങ്ഷൻ, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, മൂന്നാമത്തത് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. ഇതിലൊന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാർക്ക് ലഭിക്കും, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്. ഇത് അവസാനത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. മാക്രോ എക്കണോമിക്സിലെ അവസാനത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം നടത്തുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസിൻ്റെയും എല്ലാവിധ കൈമാറ്റങ്ങളുടെയും ഒരു കംപ്ലീറ്റ് റെക്കോർഡാണെന്ത്? ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാലോ, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസിബിൾ ഇമ്പോർട്ട്സ് ആൻഡ് വിസിബിൾ എക്സ്പോർട്ട്സ്, അല്ലേ? നമ്മുടെ രാജ്യത്തിലെ ചരക്കുകളുടെ എക്സ്പോർട്ടും ചരക്കുകളുടെ ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ചരക്കുകളുടെ എക്സ്പോർട്ടും ചരക്കുകളുടെ ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് തീർച്ചയായും ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ അവസാന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വിവിധ ടൈപ്പുകൾ ഏതാണ്? വിവിധ ഇനങ്ങൾ ഏതാണ്? അപ്പോൾ സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റിയുടെ വിവിധ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, രണ്ടാമത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, അടുത്തത് ഇലാസ്റ്റിക് സപ്ലൈ, പിന്നെ ഇൻഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. 5 ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇത് ഓരോന്നും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പൂർണ്ണമായിട്ടും മാർക്ക് ലഭിക്കുക, അല്ലേ? അപ്പോൾ അത് ഫോക്കസ് ഏരിയക്ക് പുറത്തുനിന്നുള്ള ചോദ്യമാണ്. 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് മൊണോപ്പൊളി? റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളി മാർക്കറ്റ്. എന്താണ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ? മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലർ മാത്രമുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ഒരു സെല്ലർ മാത്രമുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് മൊണോപ്പൊളി, അല്ലേ? അതിൻ്റെ 3 ഫീച്ചേഴ്സും കൂടി പറയണം, എന്നാലേ മാർക്ക് പൂർണ്ണമായിട്ട് കിട്ടുമോ. എന്താണ് 3 ഫീച്ചേഴ്സ്? ഒന്ന്, സിംഗിൾ സെല്ലർ, ഒരേ ഒരു സെല്ലർ മാത്രമാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അഥവാ വില വിവേചനം. മൂന്നാമത്തത് റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ലെങ്കിൽ നോ എൻട്രി, അല്ലേ? ആ മാർക്കറ്റിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഇനി വേറൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് ഈസ് എ പ്രൈസ് മേക്കർ, അല്ലെങ്കിൽ എ സെല്ലർ അണ്ടർ മൊണോപ്പൊളി ഈസ് എ പ്രൈസ് മേക്കർ. ഒരു മൊണോപ്പൊളിസ്റ്റ് ആരാണ്? പ്രൈസ് മേക്കറാണ്. അതാണ് മറ്റൊരു ഫീച്ചർ. ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സ് പറയാൻ പറ്റും. ഇനി 32 മുതൽ 37 വരെയുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കാണ് ലഭിക്കുക. ഏതാണ്ട് 6 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്, അല്ലേ? അതിനകത്ത് അടുത്ത ചോദ്യമാണ് നോക്കേണ്ടത്. 32ാമത്തെ ചോദ്യം, എ കോളത്തിൽ ഒരുപാട് കൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട്. അതിനോട് യോജിക്കുന്ന ബി കോളത്തിലെ ഐറ്റംസ് ഏതാണ് എന്ന് കണ്ടെത്തണം. മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ സമാനമായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിർവചനമായിട്ട് വരുന്നതാണ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇൻപുട്സ്. ഇതാണ് മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ നേരെ വരേണ്ടത്. ഇനി ഷോർട്ട് റൺ. ഷോർട്ട് റൺ എന്നതിൻ്റെ സമാനമായിട്ട് വരുന്നത് എന്താണ്? ചേഞ്ച് അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ റിമെയിൻ ഫിക്സ്ഡ് ആൻഡ് ക്യാൻ നോട്ട് വേരി, അല്ലേ? ഒരു ഫാക്ടർ മാത്രം ഫിക്സഡ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ മിനിമം ഒരു ഫാക്ടറെങ്കിലും ഫിക്സഡ് ആയിട്ടുണ്ടാവും, മറ്റു ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും, അല്ലേ? അത്തരം ഒരു സാഹചര്യമാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് അടുത്തത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ കോളമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നേരെ വരേണ്ടത്. അടുത്ത മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അടുത്തത് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്സ്. ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്സ്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യമാണ്. ഇതിനകത്തൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ 3 ഡയഗ്രാം ഏതാണെന്ന് തിരിച്ചറിയണം. അതാണ് എ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്സ്. ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ആവറേജ് പ്രൊഡക്റ്റ് കർവും മാർജിനൽ പ്രൊഡക്റ്റ് കർവും ടോട്ടൽ പ്രൊഡക്റ്റ് കർവും കണ്ടെത്തുക, അല്ലേ? അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് എ ആണ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, ബി എന്നത് ആവറേജ് പ്രൊഡക്റ്റ് കർവ്, സി എന്നത് മാർജിനൽ പ്രൊഡക്റ്റ് കർവ്. ഇതാണ് ഇതിലെ കർവുകളുടെ ഐറ്റം എന്ന് പറയുന്നത്. എ ടോട്ടൽ പ്രൊഡക്റ്റ്, ബി ആവറേജ് പ്രൊഡക്റ്റ്, സി മാർജിനൽ പ്രൊഡക്റ്റ്.
ഇനി ബി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന നിയമം പറയുക, അല്ലെങ്കിൽ വിഭേദക അനുപാത നിയമം എന്ന് പറയുന്ന നിയമം ഒന്ന് പറയണം. എന്താണ് വിഭേദക അനുപാത നിയമം? നമ്മൾ വേരിയബിൾ ഇൻപുട്ടിൻ്റെ അളവ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം ഔട്ട്പുട്ട് വർദ്ധിക്കും, പിന്നെ കുറയും. അല്ലെങ്കിൽ ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഒക്കെ വർദ്ധിക്കും, പിന്നെ കുറയും, അല്ലേ? ഒന്നും കൂടി പറയാം. വേരിയബിൾ ഇൻപുട്ടിൻ്റെ അളവ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം ഔട്ട്പുട്ട് വർദ്ധിക്കുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു. ഇതിന് 3 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് ഇൻക്രീസ് റിട്ടേൺസ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് ഡിമിനീഷിങ് റിട്ടേൺസ്. മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. അങ്ങനെ 3 സ്റ്റേജും ഉണ്ട്. അപ്പോൾ അതൊന്ന് ചുരുക്കി വിവരിച്ചാൽ മതി. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. ഗവൺമെൻറ് ബജറ്റിൻ്റെ വിവിധ കോമ്പോണൻറ്റുകൾ, വിവിധ ഘടകങ്ങൾ ഏതാണെന്ന് പറയണം, അല്ലേ? നമുക്ക് അത് വിശദമായിട്ട് ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിലും തന്നിട്ടുണ്ട്, ഫോക്കസ് ഏരിയ ക്ലാസ്സുകളിലൊക്കെ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കോമ്പോണൻസ് പറയാം. ഗവൺമെൻറ് ബജറ്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് റവന്യൂ ബജറ്റ്, മറ്റൊന്ന് ക്യാപിറ്റൽ ബജറ്റ്. റവന്യൂ ബജറ്റിൽ വരുന്ന ഭാഗമാണ് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ ബജറ്റിൽ വരുന്ന ഭാഗമാണ് ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇനി റവന്യൂ റെസിപ്റ്റിൽ തന്നെ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറും ഉണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് തന്നെ പലതരത്തിലുള്ള റെസിപ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ലോണുകളാണ്, അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനെയുള്ള വരവുകളാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നത്, അല്ലേ? വിവിധ തരത്തിലുള്ള ലോണുകളും അതുപോലെ ഇൻട്രസ്റ്റും അതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ലഭിക്കുന്ന വരുമാനം, ഇതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും പ്ലാൻ എക്സ്പെൻഡിച്ചറുണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറുണ്ട്. അതിനകത്തും വേറെ ഐറ്റംസ് നിരവധി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയണം. അതാണ് കോമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്. അത് ഫ്ലോ ചാർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചാണ്. അതുപോലെ തന്നെ വരച്ച് വെച്ചാൽ വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം മൈക്രോ ഇക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ അഥവാ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. 35ാമത്തെ ചോദ്യം. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമാകുന്ന സിറ്റുവേഷനാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇനി അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്ക്രൈബ് ഹൗ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, അല്ലേ? എങ്ങനെയാണ് ഡിമാൻഡും സപ്ലൈയും മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസും അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഡിറ്റർമൈൻ ചെയ്യുന്നത്? അപ്പോൾ അത് ആ ടേബിളും ഡയഗ്രം ഒക്കെ വരച്ചിട്ട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലേ? എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്, അല്ലേ? ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള പ്രൈസാണ്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സാഹചര്യത്തിലെ പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സാഹചര്യത്തെ ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ അതിനെ ഒരു ടേബിളിൻ്റെ സഹായത്തോടു കൂടി ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ വരക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് പെർഫെക്ഷൻ കിട്ടുന്നത്, അല്ലേ? പ്രധാനമായിട്ടും ഒരു ഡയഗ്രത്തിൻ്റെ സഹായമെങ്കിലും വേണം, അല്ലേ? ഡിമാൻഡും സപ്ലൈയും കാണിക്കുന്ന, അതിൻ്റെ തുല്യത കാണിക്കുന്ന, ഇക്വിലിബ്രിയം കാണിക്കുന്ന ഒരു ഡയഗ്രം വരച്ചിരിക്കണം. അപ്പോഴാണ് ഇതിന് പൂർണ്ണമായിട്ടും 5 മാർക്ക് ലഭിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. 36ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സിൻ്റെയും പ്രൈവറ്റ് ഗുഡ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പറയാം, അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ഗുഡ്സിനെ പബ്ലിക് ഗുഡ്സ് എന്നും പ്രൈവറ്റ് ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുകയും വേണം, അല്ലേ? അപ്പോൾ അതിനകത്ത് പബ്ലിക് ഗുഡ്സ് എന്താണ്, അല്ലേ? എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സാണ് പബ്ലിക് ഗുഡ്സ്. അതിൻ്റെ ഉപയോഗത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല, അതിൻ്റെ ഉപയോഗത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പബ്ലിക് ഗുഡ്സിൻ്റെ ക്യാരക്ടറായിട്ട് പറയുക, ഒന്ന് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, മറ്റൊന്ന് നോൺ റൈവൽ ആണ്, അല്ലേ? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ റൈവൽ ആണ്. പ്രൈവറ്റ് ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഉപയോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവും, അതിൻ്റെ ഉപയോഗത്തെ നിഷേധിക്കാനാവും, അല്ലേ? അത് പറ്റും. പിന്നെ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം അത് പേ ചെയ്ത് ഉപയോഗിക്കുന്ന ഗുഡ്സാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അത് റൈവലാണ്, അത് എക്സ്ക്ലൂഡബിൾ ആണ്. റൈവലാണ്, എക്സ്ക്ലൂഡബിൾ ആണ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ എടുത്തു നോക്കാം. താഴെ പറയുന്ന ഐറ്റത്തെ എടുത്തു നോക്കുമ്പോൾ നാഷണൽ ഡിഫൻസ് പബ്ലിക് ഗുഡ്സ് ആണ്, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് ഗുഡ്സ് ആണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ഗുഡ്സ് ആണ്, ക്ലോത്ത്, ഫുഡ് ഐറ്റം, കാറ്, ഇതൊക്കെ എന്താണ്? പ്രൈവറ്റ് ഗുഡ്സ് ആണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം.
ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് എന്ന് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി പറയണം. ഇത് ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള ഭാഗമാണ്. എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ അതിനെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും, അല്ലേ? ഗവൺമെൻറ് തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. അതുമായി ബന്ധപ്പെട്ട ഡയഗ്രം 6ാമത്തെ ചാപ്റ്റർ, മാക്രോ എക്കണോമിക്സിലെ അവസാനത്തെ ചാപ്റ്ററിനകത്ത് ആണ് ഈ ടോപ്പിക് വരുന്നത്. അതിൻ്റെ ഡയഗ്രം സഹിതം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ മാർക്ക് ലഭിക്കും. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 8 മാർക്ക് വീതമാണ് ലഭിക്കുക. അതിനകത്ത് നമുക്ക് 2 എണ്ണം മതിയാവും, അല്ലേ? നമുക്ക് 2 എണ്ണം മതിയല്ലോ. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഇൻകം മെത്തേഡ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനകത്ത് 3 മെത്തേഡ് ഉണ്ടല്ലോ. വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, പക്ഷേ വാല്യൂ ആഡഡ് മെത്തേഡ് ഈ ചോദ്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇൻകം മെത്തേഡ് എന്താണെന്ന് പറയണം, അല്ലേ? അത് ഇങ്ങനെ അവസാനിപ്പിക്കണം. നന്നായിട്ട് വിശദീകരിച്ചതിന് ശേഷം, നല്ല രീതിയിൽ വിശദീകരിച്ചതിന് ശേഷം ഇങ്ങനെ അവസാനിപ്പിക്കണം. GDP is equal to ഇൻട്രസ്റ്റ് പ്ലസ് വേജ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് അതുപോലെ റെൻറ്റ്, അല്ലേ? ഇൻട്രസ്റ്റ്, വേജ്, റെൻറ്റ്, പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള ആ ചുരുക്കത്തിൽ അവസാനിപ്പിക്കണം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കണം. എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? GDP is equal to C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം, അല്ലെ? C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം, ഇങ്ങനെ ഇക്വേഷനോടുകൂടി അവസാനിപ്പിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ അതിൻ്റെ ആ ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പ്ലനേഷനും വരുമ്പോഴാണ് അതിനകത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 8 മാർക്ക് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ 3 മെത്തേഡുകൾ ഒരുമിച്ച് ചോദിക്കുമ്പോഴാണ് 8 മാർക്ക് ലഭിക്കാറ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ 2 മെത്തേഡുകളും നന്നായിട്ട് വിശദീകരിച്ച് എഴുതിയാൽ തന്നെ 8 മാർക്ക് ലഭിക്കും. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് യൂസ്ഡ് ഫോർ ദ കൺട്രോൾ ദ എക്സ്റ്റെൻറ്റ് ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ എനി 2 ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. അതിൽ 2 ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്ന ടൂൾസാണ് ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ റിസർവ് റേഷ്യോസ്. ബാങ്ക് റേറ്റിനെ കൂടാതെ റിസർവ് റേഷ്യോസ് അഥവാ CRR, SLR തുടങ്ങിയ റിസർവ് റേഷ്യോസ് ഉണ്ട്. അതുപോലെ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, മോറലൈസേഷൻ ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ 4-5 നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇതിനകത്ത് 2 നിങ്ങൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് 8 മാർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കുള്ളത് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമ്മൾ നേരത്തെ അറിയുന്നൊരു സംഭവമാണ് കോസ്റ്റ്. ഈ കോളം പൂരിപ്പിക്കുക, അല്ലേ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. അതിനകത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ മാർജിനൽ കോസ്റ്റ് നിങ്ങൾ എഴുതണം, അല്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കോളത്തെ ടോട്ടൽ കോസ്റ്റ് കോളത്തിൽ നിന്ന് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ കോളം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും. അതുപോലെ മാർജിനൽ കോസ്റ്റ് കോളത്തെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? താഴെയുള്ള ഓരോ ടോട്ടൽ കോസ്റ്റിൻ്റെയും താഴെയുള്ള ടോട്ടൽ കോസ്റ്റിന് തൊട്ട് മുകളിലത്തെ ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിനൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റ് കോളവും നിങ്ങൾ പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചാൽ നിങ്ങൾക്ക് 8 മാർക്ക് ലഭിക്കും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സാധാരണ ഇടം പിടിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് തന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. P1 x1 പ്ലസ് P2 x2 = m എന്നാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അതുപോലെ ബഡ്ജറ്റ് ലൈൻ എന്തുകൊണ്ട് സ്ലോപ്പ് ആയി വരുന്നു അല്ലെങ്കിൽ ചെരിഞ്ഞിറങ്ങുന്നു എന്നതിൻ്റെ കാരണം പറയുക. മറ്റൊന്ന് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം, അഥവാ ഒരു കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ, അതിനാണ് നമ്മൾ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുക. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിനാണെന്ന് പറയുക. അപ്പോൾ അത് ഡയഗ്രത്തിൻ്റെ സഹായത്തോടുകൂടി വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കൂടി പറയണം.
അതിന് 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ ആ ഡയഗ്രം വരയ്ക്കണം, ഇക്വിലിബ്രിയം കാണിക്കുന്ന ഡയഗ്രം വരയ്ക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇത്രയൊക്കെ വരുമ്പോഴാണ് നമ്മളതിന് പൂർണ്ണമായിട്ട് 8 മാർക്ക് കിട്ടുക. ആദ്യം എന്താണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയണം, പിന്നെ അതിൻ്റെ ബഡ്ജറ്റ് ലൈൻ ശരിയാനുള്ള കാരണം പറയണം, അതിന് 2 മാർക്കാണ്. പിന്നെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അതിനകത്ത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അഥവാ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ ആണ്. അത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കാണിക്കുന്ന ഡയഗ്രം വരയ്ക്കുക, അതിൻ്റെ കൂടെ അതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാർക്ക് കിട്ടും.